എന്റെ 10ാം ക്ലാസിന്റെ തുടക്കകാലത്താണ് ജർമ്മനിക്കെതിരെ ലോകകപ്പിൽ 1-0 അർജന്റീന ഫൈനൽ തോക്കുന്നത്. 2016 അതേപോലെ എന്റെ +2 തുടക്കകാലത്തും വെളുപ്പിന് ട്യൂഷന് പോകാതെ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്തൊരു വീട്ടിലിരുന്ന് കോപ്പ അമേരിക്ക ഫൈനൽ കണ്ടതും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അന്ന് ചിലിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന 2-4 വീണു. അവിടെ നിന്നാണ് രാജ്യത്തിന് വേണ്ടി ഒരു കിരീടം പോലും നേടാൻ കഴിയാത്തവനെ അങ്ങനെ ലോകം ഒരുപാട് പരിഹസിച്ചു തുടങ്ങുന്നത്. അയാൾ ഇനി കളി അവസാനിപ്പിക്കുമോ എന്ന് തന്നെ ഞങ്ങൾ അന്നു മുതൽ ഭയന്നിരുന്നു. 2021 എഞ്ചിനീയറിംഗിൽ അവസാന സെമസ്റ്ററിന്റെ എക്സാം ഞാൻ എഴുതുമ്പോൾ ബ്രസീലിനെതിരെ കോപ്പ അമേരിക്ക ഫൈനൽ 1-0 അർജന്റീന ജയിച്ചു. ശക്തരായ ഇറ്റലിക്കെതിരെ 3-0 ഫൈനലിസം നേടിയത് 2022 വർഷമാണ്. എല്ലാത്തിനും പുറമെ അതേ 2022 അവസാന ഡിസംബർ 18 3-3 ഫ്രാൻസിനൊപ്പം സമനില പിടിച്ച് പെനാൽറ്റിയിൽ 4-2 അയാൾ ലോക കിരീടം ചുംബിച്ചു. അങ്ങനെ അവിടെ നിന്ന് അയാൾ പൂർണ്ണനാകുന്നു. അയാളുടെ ചരിത്രങ്ങൾക്ക്, അയാളുടെ കഥകളുടെ പേജുകൾക്ക് എണ്ണം എപ്പോഴും കൂടുതലാണ്. എല്ലാം നേടിയെടുത്ത, എല്ലാം തികച്ച ആ ഫുട്ബോൾ രാജാവിന്റെ ജന്മദിനമാണ് നാളെ ജൂൺ 24. ആ അയാൾക്കൊപ്പമാണ് ഞാൻ എല്ലാ കൊല്ലവും എന്റെ ജന്മദിനവും ആഘോഷിക്കാറുള്ളത്.